അവരൊക്കെ ജയിലിൽ പോയി കഴിഞ്ഞു, എന്നിട്ട് ഇപ്പോഴാണോ ഇതൊക്കെ വന്ന് പറയുന്നത് എന്നിങ്ങനെ പോലീസ് ദേഷ്യപ്പെട്ട് ദേവിയോട് ചോദിക്കുകയാണ് കേസ് പിൻവലിക്കാൻ ദേവി പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ. അപ്പൊ അതിനൊക്കെ മുമ്പ് ഈ ഒരു പ്രഡിക്ഷൻ എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആകാശ് മീനുവിനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ദേവമംഗലത്തുള്ളവർ മുഴുവൻ പോലീസ് സ്റ്റേഷനിലാണ് എന്നറിഞ്ഞ ശേഷം മീനു ഫോൺ വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത്, ആരോടാ സഹായം ചോദിക്കേണ്ടത് എന്നൊന്നും അറിയില്ല. അങ്ങനെ മീനു ഓടി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. എന്നിട്ട് അവിടെ എത്തിയ ശേഷം അമ്മേ ആകാശേ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ മീനു കണ്ടില്ലേ മീനു, ആ ദേവി നമ്മളോടൊക്കെ ചെയ്തു വെച്ച് ചതി കണ്ടില്ലേ, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ, മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളൊക്കെ അവര് കംപ്ലൈന്റ് പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഗോമതി ഇങ്ങനെ കരഞ്ഞ് മീനുവിനോട് പറയാണ് കേട്ടോ. അപ്പൊ മീനു എനിക്കെല്ലാം മനസ്സിലായി അമ്മേ, പക്ഷേ ദേവിയേട്ടത്തിക്ക് ഒരിക്കലും നമ്മളോട് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല, ഇതിൽ മറ്റെന്തോ സംഭവിച്ചിട്ടുണ്ടമ്മേ, അല്ലാതെ ദേവിയേട്ടത്തി എന്നൊക്കെ പറയുമ്പോൾ നീ ഇപ്പോഴും അവളെ ന്യായീകരിക്കുകയാണോ മീനു എന്ന് ചോദിക്കുകയാണ് ഗോമതി. അയ്യോ അമ്മേ ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. അങ്ങനെയൊക്കെ മീനു പറഞ്ഞു തുടങ്ങുമ്പോൾ ആനന്ദ് അങ്ങനെയൊന്നും അല്ല, അവള് ചെയ്യും, അവൾ ഇതും ചെയ്യും, ഇതിൽ കൂടുതലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ബഹളം വെക്കുകയാണ് കേട്ടോ. അങ്ങനെ പോലീസുകാരൊക്കെ വന്നിട്ട് നിങ്ങൾ ആരാ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നതെന്നൊക്കെ മീനുവിനോട് ചോദിക്കുമ്പോൾ മീനു ഇങ്ങനെ ഞാൻ ആകാശിന്റെ ഭാര്യയാണെന്നൊക്കെ പറയുന്നുണ്ട്, വെള്ളമൊക്കെ വാങ്ങിച്ച് ഗോമതിക്ക് കൊടുക്കുന്നൊക്കെ ഉണ്ട്, അപ്പൊ ഇതൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കണം എന്നൊക്കെ പോലീസുകാർ പറയുന്നതുകൊണ്ട് മീനു പോലീസ് സ്റ്റേഷന് പുറത്തിറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് മീനു ദേവിയെ വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ, ഇതിന്റെ കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് അറിയണമല്ലോ. അപ്പോൾ ദേവിയെ വിളിക്കുന്നുണ്ട് മീനു. അങ്ങനെ ദേവിയുടെ ഫോൺ അടിക്കുമ്പോൾ അത് കാണുന്നത് ശ്രീകലയാണ് കേട്ടോ. ഇവളോ കാര്യങ്ങളൊക്കെ നശിപ്പിക്കാൻ വിളിക്കുന്നതാ, ഇവളെ വിളിച്ചത് എന്റെ കണ്ണിൽ തന്നെ കണ്ടത് ഭാഗ്യമായി എന്നൊക്കെ പറഞ്ഞ് ശ്രീകല ആ ഫോൺ എടുത്ത് കുറച്ചങ്ങോട്ട് മാറി നിന്നിട്ട് ദേവി കാണാതെ ഫോൺ എടുത്ത് സംസാരിക്കാൻ കേട്ടോ. അങ്ങനെ ശ്രീകല ഹലോ എന്ന് പറയുമ്പോൾ ദേവിയേട്ടത്തി എവിടെ, നിങ്ങൾ ദേവിയേട്ടത്തി വിളിച്ചേ, എനിക്ക് ദേവിയേട്ടത്തിയോടാ സംസാരിക്കാനുള്ളത് എന്ന് പറയുമ്പോൾ അവളോട് നീ ഇനി സംസാരിക്കണ്ട, അവളുടെ കാര്യത്തിലെ ഇനി ഞാൻ തീരുമാനം എടുത്തോളാം എന്ന് പറയുമ്പോൾ മീനു പറയാണ് നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളുണ്ടല്ലോ, പ്രശ്നങ്ങൾ കൂടുതൽ വലുതാക്കാനാണ് നിങ്ങൾ നോക്കുന്നത് ആന്റി, ഞാൻ പറഞ്ഞത് കേൾക്കണം ആന്റി, ഇപ്പൊ തന്നെ ദേവിയേടത്തെയും കൂട്ടി ഇങ്ങോട്ട് വന്ന് കേസ് പിൻവലിക്കണം, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നിങ്ങൾ തന്നെ ആയിരിക്കും അനുഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഓ കേസ് പിൻവലിക്കണം അല്ലേ, അതിനെ നീ ഒരു കാര്യം ചെയ്, നിന്റെ ചേട്ടനുണ്ടല്ലോ ആനന്ദേട്ടൻ, അവനോട് പോയി പറ ദേവിയെ ഇവിടെ വന്ന് തിരിച്ചു കൂട്ടിക്കൊണ്ട് പോകാൻ പറ, അതിനുശേഷം ഞാൻ കേസ് പിൻവലിക്കാം എന്നൊക്കെ ശ്രീകല പറയുമ്പോൾ മീനു പറയാ അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ, ദേവിയേടത്തിയുടെ ജീവിതം നന്നാക്കാനാണോ നിങ്ങൾ നോക്കുന്നത്, അതോ ഒന്നുകൂടെ നശിപ്പിക്കണമെന്നാണോ നിങ്ങളുടെ ആഗ്രഹം, അതേപോലെയുള്ള കാര്യങ്ങളാ നിങ്ങൾ ഈ ചെയ്തു കൂട്ടുന്നത്, ഇത്രയൊക്കെ ചെയ്തതിനു ശേഷം ഇവരൊക്കെ നിങ്ങളോട് ക്ഷമിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചത്, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന പരാതി ഉണ്ടല്ലോ അതൊരു കള്ള പരാതിയാണ്, അത് പോലീസുകാർ തെളിയിക്കുകയും ചെയ്യും, ഇവിടെയുള്ളവരെ വെറുതെ വിടുകയും ചെയ്യും, അതൊക്കെ കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ നിങ്ങളുടെ മോളുടെ ജീവിതം ഒന്നും ഇല്ലാതെ ആയിട്ടുണ്ടാവും, അതാ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശ്രീകല പറയാ ഓ നീ എന്നെ പേടിപ്പിക്കുകയാണോ, എന്റെ മോളുടെ പ്രശ്നം ഞാൻ എങ്ങനെ പരിഹരിക്കാൻ പോകുന്നതെന്നേ നീ കണ്ടോ, എല്ലാം ഞാൻ വിചാരിച്ച പോലെ തന്നെ നടക്കും, പിന്നെ നീ എപ്പോഴും ദേവി മോൾക്ക് ഒരു ആശ്വാസമായിരുന്നു, അത് ഓർത്തിട്ടാ നിന്റെ പേരിൽ മാത്രം ഞാൻ കംപ്ലൈന്റ് കൊടുക്കാതിരുന്നത്, ഇനി നീ ഇതുപോലെ ദേവി മോളെ വിളിക്കുക ഇതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്താലേ നിന്റെ പേരിൽ ഞാൻ കംപ്ലൈന്റ് കൊടുക്കും, നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ. ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞ് മീനു ഇങ്ങനെ ദേഷ്യത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ നേരെ പോയി ഇൻസ്പെക്ടറോട് മീനു പോയി സംസാരിക്കുകയാണ് കേട്ടോ. അല്ല മാഡം എനിക്കൊരു കാര്യം അറിയാനുണ്ട്, ഈ പരാതി ശരിക്കും ആരാ നിങ്ങൾക്ക് തന്നത്, ദേവിയേടത്തിയുടെ അച്ഛനോ അമ്മയാണോ അതോ ദേവിയേടത്തി തന്നതാണോ കംപ്ലൈന്റ് എന്ന് ചോദിക്കുമ്പോൾ കംപ്ലൈന്റിൽ ദേവി ഒപ്പിട്ടിട്ടുണ്ട് എന്ന് പറയാണ് പോലീസ്. അപ്പോൾ ഒപ്പിട്ടിട്ടുണ്ടെന്നോ, അതെനിക്കൊന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ആ പെറ്റീഷൻ എടുത്ത് കാണിക്കാൻ കേട്ടോ. അങ്ങനെ മീനു അത് കണ്ടിട്ട് ദേവിയേടത്തി സൈൻ ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ദേവിയേട്ടത്തിക്ക് ഒരിക്കലും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, ദേവിയേട്ടത്തി അറിയാതെ ഇവർ ചെയ്തതായിരിക്കും എന്നാണ് മീനു വിചാരിച്ചത്, അതാണ് ശരി. പക്ഷെ ഈ കംപ്ലൈന്റിൽ ദേവി സൈൻ ചെയ്തത് കാണുമ്പോൾ മീനു ആകെ ഷോക്ക് ആവുകയാണ് കേട്ടോ. എന്തായാലും കള്ളപ്പരാതിയാണല്ലോ, അപ്പൊ പിന്നെ അധികകാലം നിൽക്കില്ല എന്നുള്ള കാര്യമൊക്കെ മീനുവിന് അറിയാം. അപ്പൊ പിന്നെ മീനു ഈ ഇൻസ്പെക്ടറോട് മീനുവിന് പറയാനുള്ളത് എല്ലാം പറയുന്നുണ്ട് കേട്ടോ. ഈ ശ്രീദേവിയെ പോലെ തന്നെ ഞാനും ഇവിടുത്തെ മരുമകളാണ്, എനിക്ക് ഈ പറഞ്ഞ പോലെയുള്ള അനുഭവങ്ങളൊന്നും ഈ കുടുംബത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല, എനിക്ക് മാത്രമല്ല മിത്രയ്ക്കും ദേവിയേട്ടത്തിക്ക് പോലും ഒരു മോശ അനുഭവവും ആ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടില്ല, ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതിന്റെ പേരിലാണ് ആനന്ദേട്ടൻ ദേവിയേട്ടത്തിക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്, അതിന്റെ ദേഷ്യത്തിൽ അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളോ ഇതൊക്കെ, അല്ലാതെ ഇതൊന്നും മാഡം വിശ്വസിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ പോലീസുകാരൊന്നിങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിനുശേഷം ദേവമംഗലത്തെ എല്ലാവരും നിൽക്കുന്നുണ്ടല്ലോ, ഇവരെയൊക്കെ ഒറ്റ
ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കുകയാണ് കേട്ടോ ഇൻസ്പെക്ടർ. ആദ്യം ബാലനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ബാലന് പറയാനുള്ളതെല്ലാം പറയാണ്. ഞാൻ എൻ്റെ സ്വന്തം മോളെ പോലെയാണ് അവളെ സ്നേഹിച്ചത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നിട്ട് അവളോട് ക്രൂരത ചെയ്യാൻ മാത്രം മോശം ആൾക്കാരൊന്നും ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ല മാഡം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലനോട് സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഗോമതിയെ വിളിക്കുന്നു. ഗോമതിക്ക് പറയാനുള്ളതെല്ലാം പറയുന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവളാണ് കള്ളം പറഞ്ഞത്, പറ്റിച്ചത്. അതിന് എൻ്റെ മോൻ ഒരുപാട് വിഷമിച്ചു. അവൻ്റെ വിഷമം കാണാൻ വയ്യാതെയാണ് അവളെ വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ പറഞ്ഞത്. അതും അവളെ പുറത്താക്കി വാതിലടിച്ചൊന്നുമല്ല, അവളുടെ അച്ഛനും അമ്മയും വരാൻ പറഞ്ഞിട്ട് അവരുടെ കൂടെയാണ് അവളെ പറഞ്ഞയച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ആനന്ദിനെ പേഴ്സണലായിട്ട് വിളിച്ച് സംസാരിക്കുന്നു. നോണ പറഞ്ഞ കാര്യങ്ങളും പറ്റിച്ച കാര്യങ്ങളും ഇനി അവളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യങ്ങളും എല്ലാം ആനന്ദ് പറയുന്നുണ്ട്. കൂടെ എന്നെ പിടിച്ച് ജയിലിലിട്ടോളൂ, എനിക്ക് എന്ത് ശിക്ഷ വേണമെങ്കിൽ തന്നോളൂ, പക്ഷെ എൻ്റെ കുടുംബത്തെ വെറുതെ വിടണം എന്നും പറയുന്നുണ്ട് കേട്ടോ ആനന്ദ്. അങ്ങനെ ആനന്ദ് കഴിഞ്ഞ് അടുത്ത് ഓരോരുത്തരെയായിട്ട് വിളിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാവരും അവരവർക്ക് പറയാനുള്ളത് പറയാണ്. അവസാനം ശ്രീകലയും ഉദയഭാനുവിനെയും വരാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ പോലീസ് സ്റ്റേഷനിൽ എത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെത്തിയ ശേഷം അവരോടും പേഴ്സണലായിട്ട് സംസാരിക്കുകയാണ്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ മീനുവിന്റെ അച്ഛനെ മീനു സഹായത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആരെയാ വിളിക്കേണ്ടതെന്ന് അറിയില്ലല്ലോ. അങ്ങനെ അച്ഛൻ വിളിച്ചു വരുത്തുമ്പോൾ അച്ഛൻ വരുന്നു. അങ്ങനെ അച്ഛന് പറയാനുള്ളതൊക്കെ ഇൻസ്പെക്ടറോട് അച്ഛൻ പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മുടെ അച്യുതനും അനന്തനും ധർമ്മനും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും അവർക്ക് പറയാനുള്ളതും പറയുന്നുണ്ട്. ഇവരെല്ലാവരും ഗോമതിയെയും കുടുംബത്തെയും നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ. കാര്യം ശരിയാണ്, ഞങ്ങളുടെ ശത്രുക്കളാണ് അവരൊക്കെ. ബാലനാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശത്രു. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ബാലൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാഡം. അങ്ങനെ ഒരു കുടുംബം അല്ല അത്, ഇങ്ങനെയുള്ള ഒരു മനുഷ്യനല്ല ഈ പറഞ്ഞ ബാലൻ. ഗോമതി ഞങ്ങളുടെ അനിയത്തി ആയതുകൊണ്ട് പറയല്ല, അതൊരു പാവമാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരോടും സംസാരിച്ചു കഴിഞ്ഞ ശേഷം ഇൻസ്പെക്ടർ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ദേവമംഗലത്തുള്ള എല്ലാവരും പറയുന്നതിൽ ഒരു സത്യസന്ധത കാണുന്നുണ്ട്. അവരെ കാണുമ്പോഴും അങ്ങനെ വലിയ ദുഷ്ടന്മാരായിട്ടുള്ള ആൾക്കാരെ പോലെ ഒന്നും തോന്നുന്നുമില്ല. പക്ഷെ ഈ ശ്രീകലയും ഉദയഭാനും ആണെങ്കിൽ ഫുള്ള് കരച്ചിലും ഡ്രാമയോ ആണ്. ദേവിയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞിട്ട് അതും അവർ ചെയ്യുന്നില്ല. അങ്ങനെ പോലീസിന്റെ ഒരു ടീം പോയി ഇവരുടെ നാട്ടിൽ മുഴുവൻ അന്വേഷിക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ കൃഷ്ണമംഗലം വീട്ടിലേക്കാണ് അന്വേഷിക്കാൻ പോകുന്നത്. അവിടെ നമ്മുടെ നന്ദിതയും രാജശ്രീയൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ദേവമംഗലംകാരെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ വേറെ നാട്ടുകാരോടും ഒക്കെ അന്വേഷിക്കുമ്പോൾ എല്ലാവരും ഈ ദേവമംഗലം ഫാമിലിയെ കുറിച്ച് വളരെ നല്ല ആൾക്കാരാണ്, മാന്യന്മാരാണ്, അങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഇൻഫർമേഷൻ എല്ലാം കളക്ട് ചെയ്ത് പോലീസ് ഇതൊക്കെ കോടതിയിൽ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പൊ അതിനു മുമ്പ് എന്തായാലും കേസ് എടുത്ത സ്ഥിതിക്ക് ഇവരെ ജയിലിലേക്ക് മാറ്റാനുള്ള പരിപാടികളൊക്കെ നോക്കുമ്പോൾ വേണ്ട മാഡം ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നൊക്കെ എല്ലാവരും മീനുവിന്റെ അച്ഛനും അച്യുതനും അനന്തനും എല്ലാവരും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ പോലീസ് പറയാണ് മറ്റൊരു വഴിയുമില്ല, ഈ ഒരു രാത്രി ഇവരെല്ലാവരും ജയിലിൽ കഴിഞ്ഞേ പറ്റൂ. നാളെ രാവിലെ കോടതിയിൽ നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞാൽ മതി, ഞങ്ങൾ അന്വേഷിച്ചറിഞ്ഞ ആ വിവരങ്ങൾ ഞങ്ങളും പറഞ്ഞോളാം എന്നൊക്കെ പോലീസുകാർ പറയാണ് കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഇവരെ എല്ലാവരെയും ജയിലിലേക്ക് മാറ്റുന്നു. അതിനുശേഷം ദേഷ്യം വന്ന് മീനു ദേവിയെ കുറെ ഫോണിൽ വിളിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ശ്രീകല ഓഫ് ചെയ്ത് വെക്കുകയാണ് മീനു വിളിക്കുമ്പോഴൊക്കെ. അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയോ മീനു ദേവിയെ കണ്ട് സംസാരിക്കുകയാണ്. എല്ലാവരും ഇപ്പൊ ജയിലിൽ കിടക്കുകയാണ്, തൃപ്തിയായല്ലോ ദേവിയടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോഴാണ് ദേവിക്ക് കാര്യങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെ ഞാനിതൊന്നും അറിഞ്ഞില്ല മീനു, ഇപ്പൊ നീ പറയുമ്പോഴാ ഞാൻ ഇതൊക്കെ അറിയുന്നത്. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കൂട്ടി നിൽക്കില്ലായിരുന്നു, അത് നിനക്ക് അറിയില്ലേ മീനു എന്നൊക്കെ പറഞ്ഞ് ദേവി മീനുവിനെയും കൂട്ടി ഓടി ആ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പരാതി പിൻവലിക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴേക്കും അവര് ജയിലിലേക്ക് പോയി കഴിഞ്ഞു. അപ്പൊ പോലീസുകാർ പറയാണ് ഇപ്പോഴാണോ ഇതൊക്കെ വന്ന് പറയുന്നത്, അവരൊക്കെ ജയിലിൽ എത്തിക്കഴിഞ്ഞു, ഇപ്പൊ പരാതി പിൻവലിച്ചത് കൊണ്ട് ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ഇനി നാളെ രാവിലെ എല്ലാരെയും കോടതിയിലേക്ക് കൊണ്ടുവരും, ആ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞ് പോലീസുകാർ പോവാണ്. അങ്ങനെ ഈ ഒരു രാത്രി അവരൊക്കെ ജയിലിൽ കിടക്കുകയാണല്ലോ എന്ന് ആലോചിച്ച് ദേവി ഇവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം, ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക് യു, ബൈ.